എൻഡിഎയുടെ പ്രകടന പത്രികയിലൂടെ കടന്നുപോയപ്പോൾ എന്താ ആദ്യം തോന്നിയത്? വമ്പൻ പ്രഖ്യാപനങ്ങളെന്നോ അല്ലെങ്കിൽ കേരളത്തിന് മുന്നിൽ പുതുതായി വെക്കാവുന്നത് എന്ന് പറയാവുന്ന ഒന്നും വാസ്തവത്തിലെ പ്രകടന പത്രികയിൽ ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഇപ്പോൾ 3000 രൂപ ക്ഷേമ പെൻഷൻ എന്നൊക്കെയുള്ളത് ഉയർത്തിക്കാട്ടുന്നുണ്ടെങ്കിലും പക്ഷെ കേരളത്തിന്റെ സാഹചര്യത്തിൽ അതൊരു പുതിയ ചർച്ചയല്ലല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നുമില്ല. പിന്നീട് മറ്റൊരു കാര്യം പറയുന്നത് ഈ തൊഴിലുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും, തൊഴിൽ നൽകുമെന്നുള്ള കാര്യം പറയുന്നുണ്ട്. പക്ഷേ നരേന്ദ്രമോദി സർക്കാരിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യയിലുടനീളമുള്ള അവരുടെ നയം പ്രവർത്തനമൊക്കെ നോക്കുമ്പോൾ അതും ഒരു പൊള്ളയായ വാഗ്ദാനം എന്നത് തന്നെ കാണണം. കാരണമല്ല, കഴിഞ്ഞ ബജറ്റിലൊക്കെ അത്തരം ചില കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് മുന്നോട്ട് പോക്ക് എവിടെയും കണ്ടില്ല. പ്രത്യേകിച്ചും ഇന്റേൺഷിപ്പ് പ്രോഗ്രാം പോലുള്ള കാര്യങ്ങളിലേക്ക് ഈ തൊഴിലുമായി ബന്ധപ്പെട്ട അവരുടെ വിഷൻ ചുരുങ്ങുന്നത് കണ്ടിരുന്നു. പക്ഷെ അതും കാര്യമായി മുന്നോട്ട് പോയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പിന്നെ എവിടെയും കണ്ടതുമില്ല. അപ്പോൾ അതും ആ നിലയിൽ, സാധാരണ നിലയിൽ തെരഞ്ഞെടുപ്പിൽ അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്ന് എന്നതിലപ്പുറമായി ഒന്നും കാണുന്നില്ല. പിന്നീട് ഈ അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ടൊരു പരാമർശമുണ്ട് SKN. അതും പക്ഷേ നിലവിലും ചർച്ചയുള്ള വിഷയം തന്നെയാണ്. കേരളം മുന്നോട്ട് വെച്ച സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമുക്കറിയാമായിരുന്നു. കേന്ദ്രം അനുമതി കൊടുക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഇപ്പോൾ ശ്രീധരൻ വരെ ബദലുമായി മറ്റൊരു നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ തന്നെ നിലവിൽ 3 പദ്ധതികൾ കേന്ദ്ര സർക്കാരിന്റെ മുന്നിലുണ്ട് എന്ന് അവർ പാർലമെന്റിൽ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ആകർഷിച്ച സംഭവം എന്താണ്? കോഴിക്കോടും തിരുവനന്തപുരത്തും മെട്രോ വരുമെന്നാണോ? അതോ അത് വന്നാൽ കൊള്ളാം SKN, വന്നാൽ കൊള്ളാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെയാണ്. അതായത് ഈ അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ട് ഓൾറെഡി അത് കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ 3 പ്രൊജക്ടുകൾ ഉണ്ട് എന്നുള്ളത് കേന്ദ്രം ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ അതിലും പുതുതായി ഒന്നും കാണുന്നില്ല SKN. പിന്നുള്ളത് ഈ ശബരിമലയിലെ CBI അന്വേഷണമാണ്. അത് മുൻപ് തന്നെ നരേന്ദ്രമോദി അത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം കേരളത്തിൽ വന്ന സമയത്ത് അത്തരം ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് CBI അന്വേഷണത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തായാലും അവർ ആ നിലയിൽ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ CBI അന്വേഷണം എന്നുള്ളത് തന്നെ അതൊരു പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളേണ്ട കാര്യമാണോ അതറിയില്ല. എന്തായാലും ശബരിമലയിലെ CBI അന്വേഷണം എന്നുള്ളത് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരം ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിലൂടെ പ്രാഥമികമായി 120 പേജോളം ഉണ്ട്. പ്രാഥമികമായി ഒന്ന് ഓടിച്ചു പോകുമ്പോൾ വലിയ നിലയിലുള്ള പ്രഖ്യാപനങ്ങൾ എന്ന് പറയാവുന്ന ഒന്നും പൊതുവിൽ കാണുന്നില്ല. ഇതുവരെ വ്യത്യസ്തമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.